അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്നുള്ള ഖുർആൻ ആയത്തിൽ ആയത്ത് കേട്ടിട്ടുണ്ട്, ഓതി കേട്ടിട്ടുണ്ട്. പക്ഷേ അള്ളാഹിന്റെ ദിക്റ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ചൊല്ലുന്നുണ്ട്. പക്ഷേ ഒരു സമാധാനം അതിൽ നിന്ന് കിട്ടുന്നില്ല. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹിന്റെ ദിക്റ് ചൊല്ലിക്കഴിഞ്ഞാൽ ടെൻഷൻ ഫ്രീ ആകുമെന്ന് പറയാനുണ്ട്. പക്ഷെ നമ്മൾ ദിക്റ് ചൊല്ലിയിട്ടും സംഗതി ഒന്നും കിട്ടണില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഒരു ചെറിയ റീല് കണ്ടു. അതിൽ സാധാരണ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നൊരു ഉസ്താദും അതോടൊപ്പം 3-4 കുട്ടികൾ ഇരുന്നു കൊണ്ട് ഒരു ആയത്ത് സംബന്ധമായിക്കൊണ്ടുള്ള ഒരു സംശയം ഉസ്താദിനോട് ചോദിക്കുകയാണ്. ഉസ്താദ് അതിന് മറുപടിയും പറയാണ്. ആ യുവാവ്, ആ ചെറുപ്പക്കാരൻ അവിടെ ചോദിച്ചത് ഒരു പൂർണ്ണ ആയത്തല്ല, ഒരു ആയത്തിൻ്റെ അവസാന ഭാഗമാണ്. ആ അവസാന ഭാഗത്ത് പറയുന്ന കാര്യത്തിലാണ് ആ യുവാവ് അവിടെ സംശയം ചോദിക്കുന്നത്. ഈ വീഡിയോ കണ്ടപ്പോൾ ഒരു റീല് ചെയ്യുവാൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് വരുവാൻ എന്തെങ്കിലും ഒരു കാരണം അതിനു വേണ്ടി നടക്കുന്ന ചില ആളുകളെ കണ്ടപ്പോൾ ഉസ്താദിനെ കുറ്റം പറയല്ല, ഉസ്താദിൻ്റെ ഒപ്പമുള്ള യുവാക്കളെ കുറ്റം പറയല്ല. ആ ആയത്ത് പൂർണ്ണമായിട്ട് ഓതുകയാണെങ്കിൽ അവിടെ ഒരു സംശയത്തിന് വകയില്ല എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് എന്താ മറുപടി പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം. അതിനുശേഷം ഏത് സൂറത്തിലെ എത്രാം തായത്താണ് അത് എന്നുള്ളത് വ്യക്തമായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇൻഷാ അല്ലാഹ് ഉസ്താദ് മറുപടി പറയട്ടെ. എന്തായിരിക്കും കാരണം? അതിനൊരു ഉദാഹരണം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് ബിരിയാണി നല്ല ഉദാഹരണമാണ് പറഞ്ഞത്. ബീഫ് ഫ്രൈ 33 പറഞ്ഞു. ചില്ലി ചിക്കൻ 33 പറഞ്ഞു. ഒന്ന് നിർത്ത് ഉസ്താദെ. ആ ആയത്ത് ആദ്യം മുതൽ ഓതിയാൽ അതിൻ്റെ പരിഹാരം കിട്ടും, ആ യുവാവിൻ്റെ സംശയം തീരുമെന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ബിരിയാണി, ചില്ലി ചിക്കൻ, ബീഫ് ഫ്രൈ ഇതല്ലാതെ വല്ല ചിന്തയുണ്ടോ അല്ലേ? ഇതിങ്ങനെ 33 വട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ എന്തുണ്ടാവാനാ? അത് മുന്നിൽ വന്നാൽ കഴിക്കുക. ഇല്ലാതെ അതൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ 33 അല്ല 3333 വട്ടം ചൊല്ലിയിട്ട് വല്ല കാര്യമുണ്ട് ഉസ്താദെ? ഉസ്താദ് പറയട്ടെ. ഇത് കേട്ടപ്പോൾ ഇടപെടാതിരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഉസ്താദ് പറയട്ടെ. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്ന ഉദാഹരണം കേട്ടപ്പോൾ തോന്നിയതാണ്. സത്യത്തിൽ ആയത്ത് പൂർണ്ണമായിട്ട് പോയി ഓത്, അതിൻ്റെ അർത്ഥം നോക്ക് എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പറയട്ടെ. അതിനുള്ള സുഖം കിട്ടിയോ? ആ ഹോട്ടലിലേക്ക് എത്തി. കിട്ടിയില്ല, ഹോട്ടലിൽ കിട്ടാൻ കഴിച്ചില്ല സാർ. അതിനാണ് ദിക്കറായാല് ടെൻഷൻ ഫ്രീ ആകും. അതൊരു ബോധ്യത്തിൽ ചൊല്ലണം. വെറുതെ വായ കൊണ്ടുള്ള ഒരു കോലാഹലല്ല ദിക്കറ് ആകുക എന്ന് പറഞ്ഞാൽ. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ രാത്രി രക്ഷപ്പെടുകയാണ് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം. പിന്നിൽ ഫിർഔനുണ്ട്, മുമ്പിൽ ചെങ്കടലുണ്ട്. അപ്പോ ഇസ്രായേലികൾ പറയുന്നുണ്ട് മൂസാ നബിയെ നമ്മൾ പെട്ടല്ലോ. അപ്പൊ മൂസാ നബി പറയുന്നൊരു വർത്താനുണ്ട്, കല്ല നമ്മൾ പെടൂലല്ലോ ഇന്നമഈ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. അപ്പൊ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കണം. ആ ബോധ്യത്തിൽ ജീവിക്കുവാനും ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കുകയും വേണം. എന്നാൽ ഇവിടെ ഇസ്തിഗാസ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കണല്ലോ ഉസ്താദെ. ഇന്നല്ലാഹ മഅനാ, അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ള ആ വിശ്വാസം വേണമെന്നുണ്ടെങ്കിൽ തവക്കുൽ എന്നുള്ളൊരു കാര്യമുണ്ട് ഉസ്താദെ. പൊന്നാരൻ്റെ ഉസ്താദെ ഇത് പറഞ്ഞു കൊടുക്കണില്ല. ഈ അമ്പിയാവുലിയാക്കളെ വിളിച്ചോ, ബദരീങ്ങളെ വിളിച്ചോ, മടവൂരിനെ വിളിച്ചോ, അതുപോലെ തന്നെ വേങ്ങരനെ വിളിച്ചോ എന്നും പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. ഇതുപോലെയുള്ള ആളുകളെ വിളിച്ചിട്ട് അള്ളാൻ്റെ സഹായം കിട്ടൂല. ഇതുപോലെയുള്ള ആളുകളെ വിളിച്ച് കിട്ടുന്ന സഹായം അത് ഷിർക്കാണ്. എന്ന് പറഞ്ഞാൽ ആ വിളിച്ചതിന് അള്ളാഹു നടത്തി തരികയാണെങ്കിൽ തന്നെ, വിളിക്കാതെ അള്ളാഹിനെ മാത്രം വിളിച്ചാലും അള്ളയാണ് നടത്തിത്തരിക, ഇവരൊക്കെ വിളിച്ചാലും അള്ളയാണ് നടത്തിത്തരിക. അതിന് സഹായം എന്ന സംബന്ധമായിക്കൊണ്ട്, സഹായം എന്നുള്ള ഒരു വിഷയം സംബന്ധമായിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിലെ ആയത്ത് അടിസ്ഥാനമാക്കിക്കൊണ്ട് 2 ദിവസം മുമ്പേ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇന്ന് സുബഹിക്ക് ശേഷവും വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കണ്ട ആളുകൾക്കൊക്കെ അറിയാം. സഹായിക്കുക എന്നുള്ളത്, നമ്മൾ അള്ളാഹുവോട് സഹായം തേടുമ്പോൾ അള്ളാഹു നേരിട്ട് നമ്മളെ സഹായിക്കുക എന്നുള്ളതല്ല. അപ്പോൾ ദുആ ചെയ്യുന്ന വിഷയം സംബന്ധിച്ചൊക്കെ 3 തരത്തിൽ അള്ളാഹു സഹായിക്കും എന്നുള്ളതൊക്കെ അതിൽ വ്യക്തമായിക്കൊണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ അള്ളാഹുവോട് ദുആ ചെയ്യുമ്പോൾ ദുആ ചെയ്ത കാര്യം ചിലപ്പോൾ നടന്നേക്കാം. അതിന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ തന്നെ മറ്റൊരു വിധത്തിൽ അള്ളാഹു നമ്മെ സഹായിച്ചേക്കാം. ഇനി ദുആ ചെയ്ത സഹായം, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം, അതിൻ്റെ മുമ്പുള്ള മാസം, ഇപ്പോൾ 2-3 മാസമായിട്ടൊക്കെ വളരെ വലിയ പ്രതിസന്ധികളിലായിരുന്നു. അള്ളാഹുവോട് കാര്യങ്ങൾ, നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞു. അള്ളാഹു ഒരു വഴിയിലൂടെ ആ വിഷമങ്ങളൊക്കെ
തീർത്തു തരികയും ചെയ്തു. അള്ളാഹിനോട് ചോദിച്ചാൽ അള്ളാഹു ആ ഒരു പ്രശ്നം തീർത്തു തരാൻ അള്ളാഹു നേരിട്ട് ഇറങ്ങി വരും എന്നുള്ള വിശ്വാസത്തിലല്ലല്ലോ. അള്ളാഹു നമ്മെ ഒരു കാര്യത്തിൽ സഹായിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് പല ആളുകളിലൂടെ നടക്കും. ഏതായാലും ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹായിക്കാൻ കഴിവ് അള്ളാഹ്ക്ക് മാത്രമാണ്. നമ്മളിപ്പോൾ ഒരു രോഗമായിട്ട് ആശുപത്രിയിലോ ഡോക്ടറെ അടുത്തൊക്കെ പോവുകയാണ്, ആ ഡോക്ടർക്ക് ആ രോഗം മാറ്റിത്തരാൻ കഴിയും എന്നുള്ള വിശ്വാസത്തിൽ പോകണ്ട. അള്ളാഹുവിനാണ് രോഗം ശിഫാക്കാൻ കഴിയുക. എന്നാൽ അതിന് അള്ളാഹു ആ ഒരു ഡോക്ടറെ നിമിത്തമാക്കും. സബബിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ, അള്ളാഹു നമ്മിലേക്ക് ചില കാര്യങ്ങൾ ചെയ്യുന്നത് എന്നെല്ലാം മനസ്സിലാക്കി തന്നെ പോകേണ്ടതാണ്. എന്നാൽ ഇവിടെ അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ തന്നെ അള്ളാഹ്ക്ക് പുറമെ മറ്റു പലരെയും നേരിട്ട് വിളിക്കുകയാണ്. അള്ളാഹു മരിച്ചു പോയ ഒരു മയ്യത്തിനെയും കൊണ്ടും നമ്മെ സഹായിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഖുർആനിലൊരു ആയത്തുമില്ല, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനവുമില്ല. എന്നിട്ട് പോലും ആ ഒരു രൂപത്തിൽ പോകുന്ന ആളുകളെ കണ്ടു. ഏതായാലും വിഷയം മറ്റൊന്നായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് പറഞ്ഞു തീർക്കാം. ഉസ്താദ് കുറച്ചും കൂടി പറയട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതാണ് ആയത്ത്, എന്താണ് ആയത്തിലുള്ളത് എന്നുള്ളത് പരാമർശിക്കാം. ദിക്ർ ചൊല്ലുമ്പോഴാണ് ആ ദിക്ർ ആസ്വാദനായി മാറുക. ആ ദിക്റാണ് ഫലം ചെയ്യുക, ആ ദിക്റാണ് ടെൻഷൻ ഫ്രീ ആക്കുക. അല്ലാണ്ട് വെറുതെ ഇതൊരു കാര്യം ഉണ്ടാവില്ല. ഇഖ്ലാസോടെ ചിലപ്പോൾ ഒരൊറ്റ ലാ ഇലാഹ ഇല്ലല്ലാഹ് മതിയാകും. എന്റെ കൂടെ എന്റെ നാഥൻ. അല്ലെങ്കിൽ വെറുതെ ബിരിയാണി എന്ന് പറയുന്നത് പോലെയാകും. നമുക്ക് ബിരിയാണി കഴിക്കണ്ടേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് വിഴുങ്ങണം, ഹസ്ബി അല്ലാഹ് വിഴുങ്ങണം, സുബ്ഹാനല്ലാഹ് വിഴുങ്ങണം. അതിന്റെ ഗുണം ഉണ്ടാവുക. മനസ്സിലായോ? ഞങ്ങളത് വിഴുങ്ങി നോക്കി ട്രൈ ചെയ്താൽ മതി, നടക്കും ഇൻഷാ അല്ലാഹ്. നല്ല കാര്യങ്ങളല്ലേ. ഇന്ന് ട്രൂത്ത് ആൻഡ് മിത്ത് എന്ന ചാനലിൽ അനസ് മൗലവി അബ്ദുൽ ഖാദർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉപദേശങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രതിപാദിച്ച ഒരു പ്രഭാഷണം പഴയ 10 വർഷത്തോളം മുമ്പേയുള്ള ഒരു പ്രഭാഷണത്തിൻ്റെ ചെറിയൊരു ഭാഗം ഇട്ടിട്ടുണ്ട്. ഇത് തന്നെയാണ് അതിൽ വിഷയമുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ 1000 തവണ ഉരുവിട്ടിട്ട് കാര്യമില്ല. അറിഞ്ഞുകൊണ്ട് ഒരു തവണ എങ്കിലും നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാം. നിങ്ങളുടെ മനസ്സിൽ 1000 തവണ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് പ്രാക്ടീസ് ചെയ്യുക, അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അത് വിശ്വാസമാക്കുക എന്നുള്ളതാണ് ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഫത്ഹുർ റബ്ബാനിയിലൂടെ പഠിപ്പിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈസ എന്ന് പറയുന്ന ഒരു മകനുണ്ട്. അദ്ദേഹമാണ് ഈ ഫത്ഹുർ റബ്ബാനി പിന്നീട് ക്രോഡീകരിച്ചത് എന്നൊക്കെ അതിൽ വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ട്രൂത്ത് ആൻഡ് മിത്ത് എന്ന ചാനലിൽ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കമൻറ്റിലിടാം. ഇവിടെ 2 കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അവസാനത്തിൽ വന്ന് അള്ളാഹു നമ്മോടൊപ്പമുണ്ട്, നമ്മുടെ കണ്ടനാടിയോളം അടുത്താണ്. അള്ളാഹുവോട് ചോദിക്കേണ്ട പോലെ ചോദിച്ചാൽ കാര്യങ്ങൾ നടക്കും. അവിടെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത് ദിക്ർ ചൊല്ലിയിട്ട് ഗുണങ്ങളൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പരിതപിക്കണ്ട. ദിക്ർ അത് മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ അതിനുള്ള ഫലമുണ്ടാകും. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് വെറുതെ ചൊല്ലിയിട്ട് കാര്യമില്ല. ബിരിയാണി ചെമ്പ് നോക്കിയിരുന്നിട്ട് മരിച്ച ആൾക്ക് വേണ്ടിയിട്ട് ദിക്ർ ചെല്ലാൻ പോയിട്ട് കാര്യമില്ല. എന്നാൽ ഒരു തവണയെങ്കിലും അറിഞ്ഞുകൊണ്ട് അത് ചൊല്ലുക എന്നുള്ള ആ ഒരു കാര്യമൊക്കെ ഉണ്ട്. ഏതായാലും നമ്മളിനി കൂടുതൽ പറഞ്ഞു പോകുന്നില്ല. എന്താണ് ഈ ആയത്തിൽ ഉള്ളത് എന്നുള്ളത് നമുക്കൊന്ന് ഇൻഷാ അല്ലാഹ് ഒന്ന് മനസ്സിലാക്കി നോക്കാം, ഒന്ന് പരിശോധിച്ച് നോക്കാം. പ്രിയമുള്ളവരെ, ആ ഒരു ആയത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണല്ലോ അവിടെ പറഞ്ഞത്. അതിരിക്കുന്നത് റഅദ് എന്ന അധ്യായം, പരിശുദ്ധ ഖുർആനിലെ 13-ാമത്തെ അധ്യായം റഅദിൽ 28-ാമത്തെ ആയത്തായിട്ടാണുള്ളത്. എന്താണ് അതിൻ്റെ ആദ്യ ഭാഗത്ത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയും ആ ആയത്ത് എന്താണെന്നുള്ളത്. അതിൻ്റെ ഓഡിയോ ഒന്ന് ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ കോപ്പിറൈറ്റ് വന്നേക്കാം. കോപ്പിറൈറ്റ് വരികയാണെങ്കിൽ ഈ വീഡിയോ തന്നെ നമുക്ക് റിമൂവ് ചെയ്തിട്ട് റീ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓഡിയോ നീക്കം ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് അറിയിക്കുന്നുണ്ട്. പറയാൻ കാര്യം, പരിശുദ്ധ ഖുർആന്റെ പാരായണം അറബ് വംശജരായ പ്രത്യേകിച്ച് സൗദി പൗരന്മാരായിട്ടുള്ള ആളുകൾ ഓതിയ ഖുർആന്റെ ആയത്തുകൾ, അത് യൂട്യൂബിൽ ഏതൊരായത്ത് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിനെല്ലാം കോപ്പിറൈറ്റ് വരും. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ദഅവത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. പക്ഷേ ആയത്തുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അത് കോപ്പിറൈറ്റ് കാണിക്കാറാണ് പതിവ്. ഇന്നലെ ഒരു ചെറിയ ഷോട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് പുറത്തുവിടാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും കേട്ടു നോക്കാം. الذين آمنوا وتطمئن قلوبهم بذكر الله. ഇതാണ് ആ ആയത്തിന്റെ ആദ്യ ഭാഗം. ഇതാണ് അവിടെ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയും നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എന്ന് വായിക്കാം. ഇനി അവിടെ ചോദിക്കപ്പെട്ട ഭാഗം എന്താണെന്നുള്ളത് കേട്ടു നോക്കൂ. ألا بذكر الله تطمئن القلوب. അവിടെ ചോദിച്ച ഭാഗം ഇതാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നൽ ഖുലൂബ് എന്നുള്ള ഭാഗമാണ് ആ യുവാവ് ചോദിച്ചത്. എന്നാൽ അതിൻ്റെ ആദ്യത്തിലുള്ള ആ ഭാഗം എന്താണ്? അതായത് വിശ്വസിക്കുകയും അള്ളാഹുവെ പറ്റിയുള്ള ഓർമ്മ കൊണ്ട് മനസ്സുകൾ ശാന്തമായി തീരുകയും ചെയ്യുന്നവരെ.
അവിടെ ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ആശയം എന്ന് പറഞ്ഞു. അതിന് ശേഷമുള്ള ഭാഗം ശ്രദ്ധിക്കുക എന്ന് കഴിഞ്ഞ് നോക്കൂ. അള്ളാഹുവെ പറ്റിയുള്ള ഓർമ്മ കൊണ്ടത്രേ മനസ്സുകൾ ശാന്തമായി തീരുന്നത്. ഇതാണ് ആ യുവാവ് അവിടെ ചോദിച്ചത്. എന്നാൽ അതിനുള്ള മറുപടി ഈ ആയത്തിൻ്റെ ആദ്യത്തിൽ തന്നെ ഉണ്ട്. അതായത് വിശ്വസിക്കുകയും അള്ളാഹുവെ പറ്റിയുള്ള ഓർമ്മ കൊണ്ട് മനസ്സുകൾ ശാന്തമായി തീരുകയും ചെയ്യുന്നവരെ, അവരോടാണിത് പറയുന്നത്. അള്ളാഹു പറയുന്നത് അള്ളാഹുവില് അചഞ്ചലമായ വിശ്വാസം ഉണ്ടാവുകയും അവൻ്റെ നാമങ്ങൾ കൊണ്ട്, അള്ളാഹുവെ പറ്റിയുള്ള അവൻ്റെ നാമങ്ങൾ, അതുപോലെ തന്നെ അള്ളാഹു എന്താണ് എന്ന് മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയതിന് ശേഷം ആ റബ്ബ് സുബ്ഹാനഹു തആലയുടെ ദിക്റുകൾ ചൊല്ലുന്നവർക്ക് അവർക്കുള്ള പ്രത്യേകതയാണ് അവരുടെ മനസ്സുകൾ ശാന്തമായി തീരും എന്നുള്ളത്. ഇത് എടുത്തത് ഒരായത്തിൻ്റെ ബാക്കി ഭാഗം വെച്ചിട്ട് ഒരു ഉസ്താദിനോട് സംശയം ചോദിക്കുമ്പോൾ, പൊന്നുമോനെ നീ ആയത്തിൻ്റെ ആദ്യം വായിച്ചിട്ടല്ലേ അവസാനത്തേക്ക് എത്തിയത്, അതോ ഈ അവസാനത്തിൻ്റെ ആ ചെറിയൊരു ഭാഗം മാത്രം ആയിട്ടെന്ന് ഖുർആനിൽ നിന്ന് കണ്ടതാണോ എന്ന് ചോദിക്കാമായിരുന്നു. ഇനി ഇതൊന്നും ചോദിച്ചില്ലെങ്കിലും നീ ചൊല്ലിയ ആ ആയത്തിൻ്റെ മുകൾ ഭാഗം നീ ഒന്ന് എടുത്തു നോക്കുക. അതിൻ്റെ വാക്കർത്ഥം, ഇപ്പം ഞാൻ പറഞ്ഞത് വാക്കർത്ഥമാണ്, അതിൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് നോക്കുക, പരിഹാരമുണ്ട് എന്നുള്ളതാണ്. ഉസ്താദ് അവിടെ ചെയ്തത് തെറ്റ് എന്നൊന്നുമല്ല. ഉസ്താദിൻ്റെ വാക്കുകളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഇവിടെ തന്നെ പറയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് വെറുതെ ചൊല്ലിപ്പോണ്ട മക്കളെ, അല്ലെങ്കിൽ സഹോദരങ്ങളെ, സഹോദരന്മാരെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞു ചൊല്ലുക. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉസ്താദ് നമുക്ക് പറഞ്ഞു തരുന്നിട്ട് നമ്മളിവിടെ ഇരുന്നിട്ട് കോറസായിട്ട് ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് നല്ല ഈണത്തിലും നല്ല ഒരു പ്രത്യേകമായിട്ടുള്ള ആ ഒരു സംഭവത്തിലൊക്കെ, അത് നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ ആരെ ആക്ഷേപിക്കുകയല്ല, സത്യമായിട്ട് പറയുക എന്നുള്ളതാണ്. ഉസ്താദ് ഒരു ഉദാഹരണം പറഞ്ഞില്ലേ, ബിരിയാണി ബീഫ് ഫ്രൈ ചില്ലി ചിക്കൻ, ബിരിയാണി ബീഫ് ഫ്രൈ ചില്ലി ചിക്കൻ, ഈ ഒരു ഉദ്ദേശത്തിലാണ്. എന്നാൽ ബിരിയാണി ബീഫ് ഫ്രൈ ചില്ലി ചിക്കൻ എന്നൊരാൾ ദിക്റും തായ്മയായിട്ട് ഇരിക്കുകയാണെങ്കിൽ പോലും അവനറിയാം ബിരിയാണി എന്താണ് എന്നുള്ളത് അറിയാം. അതിനിപ്പോൾ ബീഫ് ബിരിയാണി ആവട്ടെ, ചിക്കൻ ബിരിയാണി ആവട്ടെ, മട്ടൻ ബിരിയാണി ആവട്ടെ, മീൻ ബിരിയാണി ആവട്ടെ, ഇനി മുട്ട ബിരിയാണി ആവട്ടെ, അല്ലെങ്കിൽ തക്കാളി ചോറാവട്ടെ, എന്താണെങ്കിലും അവൻ്റെ മനസ്സിൽ അതിൻ്റെ ഒരു രൂപം, അതിൻ്റെ ഒരു ഗുണം, അതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നെല്ലാം അറിയാം അല്ലേ. അതുപോലെ തന്നെ ചില്ലി ചിക്കൻ ആണെങ്കിലും ബീഫ് ഫ്രൈ ആണെങ്കിലും ഒക്കെ അറിയാം. എന്നാൽ അത്ര പോലും അറിയാതെ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ആശയം, എന്താണ് ഇതിൻ്റെ ആ ഒരു ആഴത്തിലുള്ള അതിൻ്റെ കണ്ടന്റ് എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ ആശയം എന്താണ് എന്നറിയാതെ ചൊല്ലുന്ന ആളുകളോട് കൂടി ആണ് ഇത് പറയാൻ ഉദ്ദേശിച്ചത്. ഇൻഷാ അല്ലാഹ് ഉസ്താദിനോടൊരു ആയത്തിൻ്റെ മുറി ചോദിച്ചു. ഉസ്താദ് അതിന് എന്തായാലും മറുപടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ആ യുവാവിന് മനസ്സിലാവുന്ന പോലെ. എന്നാൽ അതൊരു വിദ്യാർത്ഥിക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നുവെങ്കിൽ ഉസ്താദെ അതിൻ്റെ ആയത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ എന്താണ് പറയുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ അള്ളാഹു പറയുന്നത് എന്നുള്ളത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഉസ്താദ് കുറച്ച് വാക്കുകളിലൂടെയെങ്കിലും പറഞ്ഞതിന് അത്രയെങ്കിലും നമ്മൾ ആ ഉസ്താദിനോട് നന്ദി അറിയിക്കുക. അതോടൊപ്പം ഇസ്തിഗാസ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കണ്ടനാടിയോളം അടുത്താണ്, എന്നിട്ട് പോലും സി എം മടവൂരെ വേങ്ങര കോയപ്പാപ്പ എന്ന് ചോദിക്കുന്നെന്ന് വിളിപ്പിക്കുന്നെന്ന് വിളിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിയാക്കന്മാരൊക്കെ ഇതുപോലെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ എത്ര നന്നായേനെ എന്നുള്ളതാണ് ഈ സാധുവിന് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് അത് പറയാൻ വേണ്ടിയായിരുന്നു ഈ വീഡിയോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.